എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദൈവനാമകത്വപ്പെട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യഹോവയായ ദൈവം ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. നമ്മളെ പ്രവൃത്തികളെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറയുന്ന ദൈവം കേട്ടുകൊണ്ടിരിക്കുന്നു. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ദൈവം തരും. നമ്മൾ നല്ലത് ചെയ്താൽ ദൈവം നല്ലത് തരും. നമ്മൾ മോശമായി ചെയ്താൽ നമുക്ക് മോശമായി കിട്ടും. വേറൊരു വാക്യമുണ്ട്, നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. നീ എന്താണ് വിതയ്ക്കുന്നത് അത് നിനക്ക് കൊയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഒരു കുടുംബജീവിതത്തിൽ ഇപ്പോൾ ഒരു കല്യാണം നടക്കുകയാണ്. അപ്പോൾ ഒരു പെണ്ണിനെ ഒരു പയ്യൻ കല്യാണം കഴിച്ചു, അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവൻ്റെ സഹോദരങ്ങൾ കാണും, അവൻ്റെ സഹോദരിമാർ കാണും, അവിടെ അവൻ്റെ അച്ഛൻ കാണും, അവൻ്റെ അമ്മ കാണും. അപ്പോൾ ഒരു പെണ്ണിനെ അവൻ കല്യാണം കഴിച്ച് ഇഷ്ടപ്പെട്ടു, അവൻ ആ പെണ്ണിനെ കല്യാണം കഴിച്ചു, അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവന് നല്ലൊരു പ്രതീക്ഷയുണ്ട്, ഇവളിവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ നോക്കും, എൻ്റെ അച്ഛനെ നോക്കും, എൻ്റെ സഹോദരങ്ങളുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കും എന്നൊക്കെ അവൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവൻ ആ ഒരു പ്രതീക്ഷയോടെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നു. അവരുമായിട്ട് കുറച്ച് നാൾ ജീവിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ ഒന്നീ ഇവിടെ സ്വഭാവം അച്ഛന് പിടിക്കത്തില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് പിടിക്കത്തില്ല, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് പിടിക്കത്തില്ല. അവിടെ പിന്നെ തങ്ങളിൽ സംസാര വിഷയങ്ങളും പിന്നെ വഴക്കാവും. അപ്പോൾ അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യും? പിന്നെ അവൻ വിചാരിക്കും ഇനി ഇവിടെ താമസിച്ച് ശരിയാവത്തില്ല, ഒരു വീട് വാടക എടുത്ത് അങ്ങോട്ട് താമസിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. പിന്നെ അവന് പെട്ടെന്നൊന്നും അച്ഛനെ കാണാനോ പെട്ടെന്നൊന്നും അമ്മയെ കാണാനോ കഴിയത്തില്ല, പിന്നെ ബന്ധുക്കളെ കാണാനോ കഴിയത്തില്ല. ചിലപ്പോൾ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുമായിരിക്കും, പക്ഷേ കാണാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ എന്തു ചെയ്യാം? നിങ്ങൾ ഈ പോകുന്ന സഹോദരി അവരുടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ വളരെ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിജയം കാണാൻ കഴിയും. കാര്യം ആ വീട്ടിൽ പോവുകയും അവിടുത്തെ അമ്മേനെ സ്വന്തം അമ്മയെ പോലെ കാണുകയും അവരുടെ അച്ഛനെ സ്വന്തം അച്ഛനെ പോലെ കാണുകയും അവരുടെ സഹോദരങ്ങളെ സ്വന്തം സഹോദരങ്ങളെ പോലെ കാണുകയും വളരെ താഴ്മയോടെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ ആ ഒരു കുടുംബജീവിതത്തിൽ നല്ലൊരു ഉന്നത വിജയം കാണാൻ കഴിയും. ഇല്ലാതെ അച്ഛൻ വഴക്ക് പറഞ്ഞാൽ ഇത് എടുത്തടിച്ച് പോകാനും അമ്മ വല്ലതും പറഞ്ഞാൽ എടുത്തടിച്ച് പോകാനും ചെയ്താൽ ഈ പെണ്ണിന് അവിടെ ഒരു വിജയം കാണാൻ കഴിയത്തില്ല. അപ്പോൾ സഹോദരി, നീ പോകുന്ന വീട്ടിൽ അവിടെ അച്ഛനെ നിൻ്റെ അച്ഛനെ പോലെ കാണണം, അവരുടെ അമ്മയെ നിൻ്റെ അമ്മയെ പോലെ കാണണം, അവരുടെ സഹോദരങ്ങളെ നിൻ്റെ സഹോദരങ്ങളെ പോലെ കാണണം, അവർക്ക് വേണ്ടുന്ന നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. വളരെ താഴ്മയോടെ അവിടെ ജീവിക്കണം. നിൻ്റെ ഭർത്താവ് പറയുന്ന കാര്യങ്ങളും അനുസരിക്കണം. അങ്ങനെ പോയി വരുന്ന പ്രതികൂലങ്ങൾ നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിൻ്റെ കുടുംബജീവിതത്തിന് നല്ലൊരു അനുഗ്രഹം ദൈവം തരും. ഓക്കെ, താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പാതയിൽ കൂടെ തന്നെ പോകുക. പ്രതികൂലങ്ങൾ വന്നുകൊണ്ടിരിക്കും, അത് നമ്മൾ കാര്യമാക്കരുത്. വളരെ താഴ്മയോട് നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ നല്ലൊരു ഉന്നത വിജയം കാണാൻ കഴിയും. ഓക്കെ, താങ്ക് യു. എല്ലാ ഐശ്വര്യങ്ങളും ദൈവം നിങ്ങൾക്ക് തരട്ടെ. ആമേൻ.